ആ ഗോവിന്ദൻകുട്ടി 2 മുട്ടായിലേ തന്നുള്ളൂ എനക്ക്. അല്ല, 1000 ഉറുപ്പിയും തന്നു. എന്താ, ഞാൻ അങ്ങോട്ട് തരട്ടെ? ആ സർക്കസ് കമ്പനിക്കാര് ചെണ്ട മുട്ടാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ പോയിക്കൊള്ളാൻ. അന്ന് പോയിരുന്നെങ്കിലോ? അമ്മണി, ഊത്തതെല്ലാം കായാകില്ല കേട്ടോ. ചൊറിയും കുത്തി തത്വങ്ങളും പറഞ്ഞു ഇവിടെ ഇരുന്നോ. ഞാനുണ്ടല്ലോ തെണ്ടിക്കൊണ്ട് വരാൻ. ശാരദേ, ഒന്ന് നിൽക്കൂ. ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ. ഞാനൊരു സാധനം തന്നാൽ ശാരദ വാങ്ങൂ? എനിക്കൊന്നും വേണ്ട. ശാരദേ, ഇതാ നോക്ക്. എനിക്ക് വേണ്ട. നല്ല മീനൊന്നും കിട്ടിയില്ല. ഇവിടെ ഒന്നും അയലയും മത്തിയാ. നീ ആ നാണോട് പറയണം കുറച്ച് പുഴമീൻ കൊണ്ട് തരാൻ. നിനക്ക് പുഴമീൻ വലിയ ഇഷ്ടമായിരുന്നില്ലേ? അന്യ നാട്ടിലെത്തിയാലുണ്ടോ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ. ആ, നീ അറിഞ്ഞോ? നമ്മുടെ വലക്കാരൻ ഭ്രാന്തം കഴിഞ്ഞ മീനത്തി ചത്തു. പാവം. എങ്ങനെ? വസൂരിയായിരുന്നു. ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പ് വേലു കൊടുങ്ങല്ലൂർ പോകുന്ന കോമരായിരുന്നില്ലേ? വസൂരി ആയിരിക്കില്ലമ്മേ. തർക്കിക്കണ്ട, ഭഗവതിയാ. പിന്നെ ആ ചമ്പടത്തെ അനന്തന്റെ ഭാര്യ മാധവി കഴിഞ്ഞ കൊല്ലം കെട്ടിച്ചാടി. എന്നിട്ടെന്താ, ചത്തു. ഒരുപോലത്തെ 6 മക്കളാ, 5 പെണ്ണ്. മൂത്തൊരു ചെക്കനുണ്ട്, അത് പൊട്ടനും. അവള് ചത്തിട്ട് 6 മാസം കഴിയുന്നതിന് മുമ്പ് അനന്തൻ തെക്കേല് ദേവുവിനെ സംബന്ധവും ചെയ്തു. അത് വലിയ ക്രൂരതയായി പോയല്ലോ. എന്തു ക്രൂരത! ഓന്റെ ഷർട്ടും മുണ്ടും നനച്ചിടാൻ ഒരാള് വേണ്ടേ? ദേവുവിനെ ചൊല്ലിയാ മാധവി കെട്ടി ചാടിയത്. ചോറ് കുറച്ച് വിട്ടേ. വേണ്ടമ്മേ, ഇപ്പൊ തന്നെ ശ്വാസം മുട്ടുന്നു. അമ്മേ. എന്താ മോനെ? ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. അമ്മ ഇനി കള്ള് ഷാപ്പിൽ അരയ്ക്കാൻ പോകണ്ട. എന്താടാ? മാസ്റ്റർ ക്ലൗൺ ജി വിന്ദയുടെ മദറാണമ്മ. പോടാ, നിന്റെ ഈ കോമാളിക്കളിയൊക്കെ നിന്റെ സർക്കസിൽ മതി. എന്റെ സർക്കസിലെ കളിയൊക്കെ അമ്മയെ കാണണ്ടേ? 2 മാസം കഴിയുമ്പം ഞങ്ങളുടെ സർക്കസ് കേരളത്തിലെത്തും. അപ്പൊ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി സർക്കസും പട്ടണവും എല്ലാം കാണിച്ചു തരും. ആളുകളെ ചിരിപ്പിക്കാൻ നീ അപകടം പിടിച്ച കളിയൊക്കെ കളിക്കൂ? പരിശീലിച്ചുറപ്പിച്ചതല്ലേ എല്ലാം. പിന്നെ ചെറിയ വീഴ്ചയൊക്കെ പറ്റും. അപ്പോഴും ആൾക്കാർ ചിരിക്കും. ഇനി നിനക്ക് എന്നാ തിരിച്ചു പോണ്ടത്? 2 മാസത്തെ അവധിയുണ്ട്. അത് തീരുമ്പോ പോണം. പിന്നെ എപ്പോ വരും? ഇനി കൊല്ലത്തിലൊരിക്കൽ വരാമമ്മേ. 13 കൊല്ലം നീ എന്നെ തീ തീറ്റിച്ചതാ. എന്തിനാടാ നീ എന്നോട് ചോദിക്കാതെ പോയത്? ഞാൻ എവിടെയെല്ലാം തേടി നടന്നു മോനെ. എന്റെ കണ്ണീര് ഇതുവരെ വറ്റിയിട്ടില്ല. അതിനെന്താമ്മേ, ഞാൻ തിരിച്ചു വന്നില്ലേ? എങ്ങോട്ടാ കോയിന്നൂട്ടി? വെറുതെ നടക്കാണെങ്കിലാ.
ആള് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാൻ തുടങ്ങായിരുന്നു. ഇത്ര നേരത്തെ വരുമെന്ന് കരുതിയില്ല. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. വേണ്ട, അവിടെ ഇരിക്കണ്ട. മോളെ സുഹാസിനി, ആ കസാല എടുത്തേ. അല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. അവിടെയൊക്കെ വൃത്തിയേടാ. കസാല തരാം. ആ ഇവിടെ ഇരിക്കും. ഇരുന്നാട്ടെ. ഒരു ചായ എടുക്കട്ടെ. ഇനി എന്നാ മടക്കം? 2 മാസത്തെ ലീവ് ഉണ്ട്, അത് കഴിഞ്ഞാ പോവും. പട്ടണത്തിലെ പോലെ രസങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല അല്ലേ? ഇതൊരു ചേഞ്ച് അല്ലേ? അല്ല, കുറച്ചു ദിവസം ഇവിടെ താമസിക്കുന്നത് ഒരു മാറ്റമല്ലേ? നമസ്കാരം കോയിന്നൂട്ടേട്ടാ, സുഖം തന്നെയല്ലേ? സുഖം. ആന്റേട്ടാ, ഞങ്ങൾക്ക് ഓരോ ചായ എടുക്കും കോയിന്നൂട്ടേട്ടന്റെ കണക്കിൽ. ഇത് പാലം കുടിക്കാം. അയ്യോ, അത് സ്പെഷ്യലാ. അതെന്താ സ്പെഷ്യൽ? ഞങ്ങളുടെ ആരുടെയും വയറ്റിൽ ഇറങ്ങൂലേ? എല്ലാവർക്കും ഓരോ സ്പെഷ്യൽ ചായ കൊടുക്കും. ഞാൻ പറയുന്നത് കൊണ്ട് ആർക്കും ഒരു വിഷമം തോന്നരുത്. ഈ നാട് നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. ഇവിടെ പണമുള്ളവന് എന്നും സ്പെഷ്യലാ, അല്ലാത്തവന് സാധാ. പിന്നെ എങ്ങനെയാ നാട് നന്നാവുക? ആ ബാല, നിന്റെ വാചകടി ഒന്ന് നിർത്ത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം നിങ്ങൾ മുതലാളി വർഗമാ. നീ ആ കടം പറ്റി കാശ് തന്നിട്ടേ എന്നെ എന്ത് വേണേ പറഞ്ഞു. കടം പറ്റുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ജന്മാവകാശമാണ്. അവകാശം പറഞ്ഞുകൊണ്ട് നാളെ മുതൽ നീ വാ കടം പറ്റാൻ. നാളെ മുതല് കോയിന്നൂട്ടേട്ടൻ്റെ അടുത്ത് സിഗരറ്റ് ഉണ്ടോ ഒന്ന് എടുക്കാനേ? ഇതിലില്ല. ഇല്ലേ? ഉണ്ടായിരുന്നല്ലോ. ആ, ഉണ്ട്. ആ, ഇതിലും ഇല്ല. ഉണ്ടായിരുന്നല്ലോ. ഓ, ഇല്ലെങ്കിൽ വേണ്ട. നോക്കട്ടെ. നാണുവിന് വേണോ സിഗരറ്റ്? അയ്യോ, ഞാൻ വലിക്കില്ല. ഇനി ആർക്കെങ്കിലും വേണോ സിഗരറ്റ്? ഇപ്പോ മീൻ കുറവാ. ഒരു 2 മഴ ശരിക്ക് പെയ്താ മീൻ കിട്ടും. ഏതായാലും നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു കറിക്കുള്ളത് കിട്ടും. അയ്യോ, തവളയാ. തവള. ഞങ്ങളുടെ സർക്കസിൽ ഒരു കളിയുണ്ട്, തവളക്കളി. ഒരാള് തവളയുടെ വേഷം കിട്ടി ചാടുകയും മറിയുകയും ഒക്കെ ചെയ്യും. കണ്ടാല് വലിയ തവളയാണെന്ന് തോന്നും. ഒരിക്കല് ബോംബെ വെച്ച് ഒരു അമേരിക്കൻ സാഹിബ് മദാമ്മയും കൂടെ കളി കാണാൻ വന്നു. കളി കഴിഞ്ഞോടെ സാഹിബ് മദാമ്മയും കൂടെ ഓടി വന്നു. എന്താണെന്നറിയാമോ? തവളെ വിൽക്കുമെന്ന് ചോദിക്കാൻ. ചൂണ്ടായിട്ട് മീൻ വല്ലതും കിട്ടിയാ? ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. എന്നാലേ കുറെ മോളിലോട്ടങ്ങ് പോ. എന്താണ് ഇത്ര തിരിക്കാൻ? ആ പുള്ളിയുടെ നടത്തം കണ്ടില്ലേ? കുറച്ച് നീളം കുറവാണെന്നേ ഉള്ളൂ. അതൊക്കെ എന്താ ഒരു കുറവ്? ചേച്ചിക്കാണ് അങ്ങ് പിടിച്ചു പോയെന്ന് തോന്നുന്നല്ലോ.